എനിക്കിത് വിശ്വസിക്കാനായില്ല. അതിലുപരി ഒടുവിൽ പ്രേതങ്ങൾ ഉണ്ടെന്ന മുത്തശ്ശി കഥകൾ അംഗീകരിക്കേണ്ടിയും വന്നു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഒരു പുതിയ നോവലിൻ്റെ ആശയം മനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ അത് എഴുതി തീർക്കാൻ എപ്പോഴത്തെയും പോലെ വീടിൻ്റെ അന്തരീക്ഷം പോരെന്ന് തോന്നിയിരുന്നു. കുറ്റാന്വേഷണ നോവലാണ്. അതിലുപരി അത് സിനിമയാക്കാൻ തിരക്കഥ തുടങ്ങി വെച്ചിരുന്നു. എങ്കിലും സിനിമ ഗംഭീരമാക്കാൻ ആദ്യം നോവൽ മനോഹരമാകണം. തല പുകയ്ക്കേണ്ട ഒന്നാണ്. ഞാൻ വയനാട്ടിലേക്ക് വെച്ചുപിടിച്ചു. ഇപ്പോൾ യാത്രകൾ തനിച്ചാണ്. കുറച്ചു കാലം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു സംവിധായകനാണ്, എന്നോട് പറഞ്ഞു, എല്ലാ ചട്ടക്കൂടുകളിൽ നിന്നും പുറത്തു വന്ന് നീ നിന്നെ തിരിച്ചു പിടിക്കുമെന്ന്, പിന്നീട് നീ ജീവിച്ചു തുടങ്ങുമെന്ന്. അന്ന് ഞാൻ അദ്ദേഹത്തെ പരിഹസിച്ചു. ഞാൻ ഒരു ചട്ടക്കൂടും പൊട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വെറുതെ തർക്കിച്ചു. പക്ഷേ അദ്ദേഹം എൻ്റെ അക്ഷരങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണെന്ന് അടിവരയിട്ടു സ്ഥാപിക്കാൻ ശ്രമിച്ചു. നിനക്ക് സ്വാതന്ത്ര്യം വേണ്ടായിരിക്കാം, പക്ഷേ നിന്റെ അക്ഷരങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പോഴും ഞാനത് സമ്മതിച്ചു കൊടുത്തില്ല. അദ്ദേഹം എന്നെയല്ല, എൻ്റെ അക്ഷരങ്ങൾക്ക് കരുതൽ നൽകാൻ ഏറെ ശ്രദ്ധിച്ചു. അമ്മയോടല്ല, അമ്മ പ്രസവിച്ച കുഞ്ഞിനോടാണ് വാത്സല്യം എന്ന പോലെയാണ് ആളുകൾ എഴുത്തുകാരിയെ മറന്ന് എഴുത്തിനെ സ്നേഹിക്കുന്നത്. പക്ഷേ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുതിയൊരു ലോകത്തിലേക്ക് കടന്നതുപോലെ അദ്ദേഹം പറഞ്ഞ ചട്ടക്കൂടുകൾ പൊട്ടിച്ചിരിക്കുന്നു. തീർത്തും തനിച്ച് ഏറെ യാത്രകൾ, ആരെയും ഭയക്കാതെ ലോകത്തിൻ്റെ ഏത് കോണിലേക്കും പറക്കാനാവുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ എൻ്റെ അക്ഷരങ്ങൾ അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം കണ്ടെത്തിയിരിക്കുന്നു. എന്നെ മെരുക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞു, അവരെ മെരുക്കാൻ ഞാനും. ഇപ്പോൾ എനിക്കറിയാം, അക്ഷരങ്ങളെ ഒഴുക്കോടെ പുറത്തേക്ക് വലിച്ചിടാൻ. അതിനുവേണ്ടി ചിലപ്പോൾ ഞാൻ ഏറെ യാത്രകൾ ചെയ്യും. ഒരുപാട് സൗഹൃദങ്ങളോട് ദിവസങ്ങളോളം സംസാരിക്കും. പുതിയ അറിവുകൾക്കായി അലയും. തെരുവുകളിലെ ഇടവഴികളിലൂടെ നടന്നു കയറും. തിരിച്ചിറങ്ങാനുള്ള വഴി പഠിക്കും. വഴി തെറ്റിയാൽ ഭയക്കും. ഇരുണ്ടു തുടങ്ങിയാൽ ഏതെങ്കിലും ഒരു കുടിലിലേക്ക് ഓടിക്കയറും. വഴി കാണിക്കാൻ ഒരാളെ വിളിക്കും. ചിലപ്പോൾ അയാൾ മനഃപൂർവ്വം വഴി തെറ്റിക്കാൻ നോക്കും. ഞാൻ ഓടും. ആ ഓട്ടത്തിനിടയിൽ രാവിലെ കയറി വന്ന വഴിയിലെ ചില അടയാളങ്ങൾ മനസ്സിൽ തെളിയും. ആ കാഴ്ചകളെ കണ്ടെത്തും. ഒടുവിൽ പുറത്തിറങ്ങും. ആ ഓട്ടത്തിനിടയിലാവും ചിലപ്പോൾ പുതിയൊരു കഥയുടെ ജനനം. തലച്ചോറിൽ നടന്നിട്ടുണ്ടാവുക. ഞാൻ കിതയ്ക്കും. കിതപ്പോടെ തറയിൽ മുട്ടുകുത്തിയിരിക്കും. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി ഉറക്കെ ചിരിക്കും. ഒരു കഥ വന്ന വഴിയോർത്ത് വീണ്ടും വീണ്ടും ചിരിക്കും. ചട്ടക്കൂടുകൾ പൊട്ടിക്കാൻ ഉപദേശിച്ച എൻ്റെ സുഹൃത്തിനെ ഓർക്കും.